മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ഒഴികെ മറ്റെല്ലാവർക്കും അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഇന്നിപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യത്തെക്കുറിച്ച് തമാശയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. അദ്ദേഹം ഒഴികെ മറ്റൊരാൾക്കും ആ അഭിപ്രായം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണിത് എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. 10 മിനിറ്റ് എന്ന സമയപരിധി ഇപ്പോൾ ഒരു തമാശ മട്ടിൽ പറഞ്ഞാണെങ്കിൽ തന്നെയും അതിനകത്തുള്ള ആ ആന്തരികമായ അർത്ഥം എന്താണ്? വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ അത് വസ്തുതയേ അല്ല. ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പല പല താല്പര്യങ്ങളും പല പല വസ്തുതകളും എല്ലാം ചേർന്ന് കിടക്കുന്ന കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ പരിഹരിച്ചു പോകാവുന്നൊരു പ്രശ്നമല്ല. പക്ഷേ അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് പറഞ്ഞാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതങ്ങ് പറഞ്ഞങ്ങ് പോയതാണ്. പക്ഷേ ഭരണപക്ഷത്ത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വലിയ പാടുപെട്ടേനെ. പക്ഷേ അപ്പോഴേക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പിടിവള്ളി കിട്ടുന്നത്. അതായത് അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഉമീദ് പോർട്ടലിലേക്ക് വഖഫ് ബോർഡ് തന്നെയും ഇതിനെ രജിസ്റ്റർ ചെയ്ത നടപടി തനിക്ക് തൻ്റെ ഈ പഴയ പ്രസ്താവനയെ ഒന്ന് ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ഈ വിവാദമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഭൂമി, വിവാദമൊന്നുമില്ല, അതിനകത്ത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഭൂമിയാണ്, കാര്യത്തിലെ വിശദാംശങ്ങളിലേക്ക് വരാം. ആ ഭൂമി അവിടെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഇനി പരിഹരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം അങ്ങ് മാറ്റിയെടുത്തു. അത് വളരെ അതിസാമർത്ഥ്യത്തോടെയുള്ള അദ്ദേഹം കുറച്ചു കാലമായിട്ട് തുടരുന്ന, പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷം അത് വളരെ അതിസാമർത്ഥ്യത്തോടെ തുടരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത വിത്തിൻ കോട്ട്സ് ആ തന്ത്രജ്ഞത അതിനകത്ത് കാണാം. പക്ഷേ അത് അങ്ങനെ ചെയ്യേണ്ടുന്നൊരു കാര്യമല്ല എന്നെനിക്ക് ഈ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ തോന്നി. അങ്ങനെ അതിസാമർത്ഥ്യം കാണിക്കേണ്ടുന്നൊരു വിഷയമല്ല യഥാർത്ഥത്തിൽ ഇത്. അതായത് അദ്ദേഹം പറയുന്നതിൽ വസ്തുതാപരമായിട്ട് ശരിയല്ല, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് തോന്നലുണ്ടായ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് നോക്കുന്ന ഒരു നിരീക്ഷകരെന്ന് നമുക്ക് തോന്നുക. എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KS ഹംസ അധ്യക്ഷനായിട്ടുള്ള വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് മായിട്ട് ബന്ധപ്പെട്ട് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തു. എന്ന് വെച്ചാൽ വഖഫ് സ്വത്താണ് എന്ന മട്ടിൽ രജിസ്റ്റർ ചെയ്തു. ഇവിടെ വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി അവിടെയുള്ള ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ ആ ഭൂമി അവിടെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന അഭിപ്രായം പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമി അപ്പാടെ എടുത്തിട്ട് വഖഫ് സ്വത്താണെന്ന മട്ടിൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ശരിയായില്ല എന്നത് ആണല്ലോ ഇപ്പോൾ വരുന്നൊരു കാര്യം. അങ്ങനെ അതുകൊണ്ട് എനിക്കത് പരിഹരിക്കാൻ പറ്റാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചത്, അതിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പരിഹരിക്കാൻ പറ്റാണ്ടായിപ്പോയി എന്നാണ് പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ കാണുക എന്താണ്, യഥാർത്ഥത്തിൽ KS ഹംസയ്ക്ക് ഈ വഖഫ് ബോർഡിന് ഇതല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അവിടുത്തെ താമസക്കാർക്ക് അവകാശപ്പെട്ടതാണെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ റിപ്പോർട്ട് വരികയും അതേ തുടർന്ന് ഈ ഹൈക്കോടതി വിധി ശരിയാണ്, ഇത് പിന്നെ വഖഫ് സ്വത്തല്ല, അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന്മേൽ വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത് ഇത്. പക്ഷേ അതല്ല ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതി. ഇപ്പോഴത്തെ നിയമപരമായ സ്റ്റാറ്റസ് അത് റദ്ദാക്കി കളഞ്ഞു സുപ്രീം കോടതി. അത് റദ്ദാക്കിയിട്ട് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്താണ്? അത് വഖഫ് ഭൂമിയാണ്, നിയമപരമായിട്ട് അത് വഖഫ് ഭൂമിയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭേദഗതി പ്രകാരം കേന്ദ്ര വഖഫ് നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതമായ വഖഫ് ബോർഡിന് മറ്റൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പറ്റുമോ എന്ന് നിയമപരമായിട്ട് നോക്കിയാൽ പറ്റില്ലല്ലോ. കാരണം അത് വഖഫ് ഭൂമിയാണ് നിയമപരമായിട്ട്. നമ്മൾ അതിന്മേൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൂലാമാലയുള്ള സംഭവമാണ്. നമ്മൾ അതിന്മേൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അവിടെ താമസിക്കുന്ന യഥാർത്ഥ ഉടമസ്ഥർക്ക് അത് കൊടുക്കുക എന്ന കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരുകൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അത് വഖഫ് ഭൂമിയാണ് എന്നതാണ്. നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് വഖഫ് ഭൂമിയാണ് എന്നിരിക്കെ അത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് KS ഹംസ ചെയ്തേ പറ്റൂ, വഖഫ് ബോർഡ് ചെയ്തേ പറ്റൂ. അത് അവർ ചെയ്തു. അപ്പോൾ അത് പിടിവള്ളിയാക്കി എടുത്തിട്ട് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ അതിസാമർത്ഥ്യം കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചേനെന്ന്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇതാണ് ഇതിൻ്റെ 10 മിനിറ്റ് പരിഹരിക്കായിക എന്ന കോംപ്ലിക്കേഷൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ഇങ്ങനെ നൂലാമാലകളായിട്ടാണ്